തിരിച്ചടി കിട്ടിയിട്ടും പാഠം പഠിക്കാതെ പാകിസ്ഥാൻ. നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘനം തുടരുകയാണ്. ഇന്നലെ ഉണ്ടായ ആക്രമണത്തിൽ ലാൻസ് നായിക് ദിനേശ് കുമാർ വീരമൃത്യു വരിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള സാഹചര്യം സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ് സർക്കാരും സൈന്യവും. സംഘർഷം ലഘൂകരിക്കാൻ അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങൾ ഇടപെടുന്നുമുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് ചേരും. KP അഭിലാഷാണ് നമുക്കൊപ്പം നാഷണൽ ഡെസ്കിൽ നിന്ന് ആദ്യം ചേരുന്നത്. KP അഭിലാഷ്, നമുക്കറിയാം ഇന്ത്യയുടെ മാസ്റ്റർ പ്ലാൻ ഓപ്പറേഷൻ സിന്ദൂർ, അത് കണ്ട അക്ഷരാർത്ഥത്തിൽ ഭയന്ന് വിറച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. ആദ്യം ഒരു കരച്ചിലായിരുന്നു, അതിനുശേഷം പിന്നീട് പല വിധത്തിലുള്ള വീരവാദങ്ങളൊക്കെയായി മുന്നോട്ട് വരുന്ന സാഹചര്യം നമ്മൾ കണ്ടു. തിരിച്ചടിക്കുമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ഭീരുക്കൾ ചെയ്യുന്നതോ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരായുധരായ നിരപരാധികളായ നമ്മുടെ അതിർത്തി ഗ്രാമങ്ങളിലേക്ക് അവിടുത്തെ ജനങ്ങൾക്ക് മേൽ ഷെല്ലാക്രമണം നടത്തുന്നു, വെടിവെപ്പ് നടത്തുന്നു. അത്തരത്തിലുള്ള സാഹചര്യം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിർത്തിയിൽ ഇപ്പോഴും സാഹചര്യങ്ങൾ ആശങ്കാജനകമായി തന്നെ തുടരുന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇന്നലെ ഒരു രാത്രി മുഴുവനുള്ള ഒരു സാഹചര്യം കേന്ദ്രം സസൂക്ഷ്മം വിലയിരുത്തിയിരുന്നു, നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എങ്ങനെയാണ് ഏതെങ്കിലും തരത്തിൽ സൈന്യം അപ്പോൾ തിരിച്ചടി നൽകുന്ന സാഹചര്യത്തിൽ ഒരു അയവ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടോ? ആര്യ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം യുദ്ധസമാനമായ ഒരു സാഹചര്യത്തിലേക്കാണ് എത്തി നിൽക്കുന്നത്. രാജ്യം അതീവ ജാഗ്രതയിൽ, കനത്ത ജാഗ്രതയിൽ തന്നെയാണ്. പ്രത്യേകിച്ച് അതിർത്തി പ്രദേശങ്ങൾ മാത്രമല്ല, തന്ത്രപ്രധാനമായ നഗരപ്രദേശങ്ങൾ അടക്കം കടുത്ത ജാഗ്രതയിൽ ആണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകളും അതോടൊപ്പം തന്നെ പാകിസ്ഥാന്റെ നീക്കങ്ങളും അതിസൂക്ഷ്മമായി തന്നെ നിരീക്ഷിച്ചു വരികയുമാണ്. ഇന്ത്യയുടെ 3 സേനാ വിഭാഗങ്ങൾ, കരസേനയും വ്യോമസേനയും നാവികസേനയും ഏത് തരത്തിലുള്ള ഒരു ആക്രമണത്തെയും ചെറുക്കാനും തിരിച്ചടിക്കും തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ഇന്നലെ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് എല്ലാ യുദ്ധ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ആക്രമണം ആണ് ഉണ്ടായത്. നേരത്തെ ആര് സൂചിപ്പിച്ചതുപോലെ സാധാരണക്കാരായ ആളുകൾക്ക് നേരെയായിരുന്നു പാകിസ്ഥാൻ ആക്രമണം നടത്തിയത്. അതിൽ 15 ഇന്ത്യൻ പൗരന്മാർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. അതോടൊപ്പം തന്നെ ഒരു ജവാൻ വീരമൃത്യു വരിക്കുകയും ചെയ്തു. ലാൻസ് നായിക് ദിനേശ് കുമാർ ആണ്. അദ്ദേഹം വൈറ്റ് നൈറ്റ് കോർപ്സിന്റെ ഭാഗമായി ജോലി ചെയ്തിരുന്ന ഉദ്യോഗസ്ഥനാണ്. നിലവിൽ ഇന്ത്യ ഔദ്യോഗികമായി അല്ലെങ്കിൽ സൈനിക വിഭാഗങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു കാഷ്വാലിറ്റി അല്ലെങ്കിൽ മരണം, വീരമൃത്യു എന്നത് ഇത് മാത്രമാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നിരവധി തെറ്റായ പ്രചാരണങ്ങൾ ഒരു ഭാഗത്ത് നടത്തുന്നുണ്ട്. വലിയ തോതിൽ അവർ ഇന്ത്യയുടെ സൈനിക ക്യാമ്പുകൾക്ക് നേരെയാണ് ആക്രമണം നടത്തുന്നത്, ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങളാണ് വെടിവെച്ചിടുന്നത് എന്ന തരത്തിലൊക്കെയുള്ള പ്രചാരണം നടത്തുമ്പോൾ അക്ഷരാർത്ഥത്തിൽ നടക്കുന്നത് പാകിസ്ഥാന്റെ ഭീരുത്വം മാത്രമാണ്. കാരണം നേരത്തെ സൂചിപ്പിക്കുന്നത് പോലെ എല്ലാ യുദ്ധ നിയമങ്ങളും കാറ്റിൽ പറത്തിയുള്ള ഒരു നീക്കം ആണ് ഇപ്പോൾ പാകിസ്ഥാൻ നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് രാജ്യം കനത്ത ജാഗ്രതയോടുകൂടി തന്നെ മുന്നോട്ട് പോകുന്നത്. അതായത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവിടെ കൃത്യമായ ഒരു ഭരണകൂടം എന്നത് ഇല്ല, മറിച്ച് സൈന്യം ആണ് തീരുമാനങ്ങൾ എടുക്കുന്നതും നടപ്പിലാക്കുന്നതും. ആ സൈന്യമാണ് ഇത്തരത്തിൽ യഥാർത്ഥത്തിൽ തീവ്രവാദികളെക്കാൾ മോശമായ തരത്തിൽ ഉള്ള ആക്രമണം നടത്തുന്നത്. സാധാരണ ഒളിഞ്ഞും പതിഞ്ഞുമൊക്കെ സാധാരണക്കാരായ ആളുകൾക്കിടയിൽ ആക്രമണം നടത്തുന്നത് തീവ്രവാദികൾ ആണ്. എന്നാൽ ഒരു രാജ്യത്തിന്റെ സൈന്യം അത്തരത്തിൽ സാധാരണക്കാരായ നിരായുധർ ആയിട്ടുള്ള സാധാരണ ജനങ്ങളെ ആക്രമിക്കുന്ന സാഹചര്യം ആണ് ഇന്നലെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഏത് തരത്തിലുമുള്ള പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഏത് തരത്തിലുമുള്ള പ്രകോപനവും ആക്രമണവും ഉണ്ടാകാം എന്ന വിലയിരുത്തലിലേക്ക് ഇന്ത്യ എത്തുകയും ചെയ്തത്. ഇന്നലെ ആഭ്യന്തരമന്ത്രിയുടെ അധ്യക്ഷതയിലടക്കം നിർണായകമായ യോഗങ്ങൾ ആയിരുന്നു ചേർന്നത്. അതിനുശേഷം ഇന്ത്യൻ സൈന്യത്തിന് തയ്യാറായിരിക്കാൻ മാത്രമല്ല തിരിച്ചടി നൽകാനുള്ള നിർദ്ദേശവും നൽകി കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ പാകിസ്ഥാൻ ജമ്മു കാശ്മീർ അതിർത്തിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രകോപനങ്ങൾക്ക്, ഷെല്ലാക്രമണങ്ങൾക്ക് തടയിടുക എന്നത് തന്നെയാണ് ഇന്ത്യയുടെ പ്രഥമമായ ലക്ഷ്യം. അത്തരത്തിൽ ഇന്ത്യ അതിശക്തമായി തന്നെ തിരിച്ചടിച്ചുകൊണ്ട് ഇരിക്കുന്നുമുണ്ട്. അതേസമയം വളരെ പ്രധാനപ്പെട്ടത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാന്റേതുപോലെയുള്ള സൈനിക നീക്കങ്ങൾ എന്നത് സാധ്യമല്ല. ഇന്ത്യയുടെ സാമ്പത്തിക സുരക്ഷിതത്വം, ഇന്ത്യൻ ജനതയ്ക്ക് നൽകുന്ന സുരക്ഷിതത്വം, അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങൾ അടക്കം പാലിക്കുന്ന രാജ്യം ആണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സൈനിക നീക്കങ്ങൾ എപ്പോഴും കരുതലോടുകൂടിയുള്ളതായിരിക്കും. മറ്റു ലോകരാജ്യങ്ങളുമായി ആശയവിനിമയം നടത്തിയതിനു ശേഷമുള്ള ആക്രമണങ്ങൾക്ക് മാത്രമേ ഇന്ത്യ മുതിരുകയുമുള്ളൂ. നമുക്കറിയാം
പഹൽഗാമിൽ ഭീകരാക്രമണം നടന്ന 15 ദിവസത്തിന് ശേഷമായിരുന്നു ഇന്ത്യ തിരിച്ചടി നൽകിയത്. അതാകട്ടെ ഏതെങ്കിലും പാകിസ്ഥാന്റെ ജനവാസ മേഖലയെയോ അതിർത്തിയിലെ ഗ്രാമപ്രദേശങ്ങളെയോ ഒന്നുമല്ല ഇന്ത്യ ലക്ഷ്യമിട്ടത്. പാകിസ്ഥാനിലെ 9 തീവ്രവാദ കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നു. 21 തവണ ഇന്ത്യ ആക്രമണം നടത്തുകയും ചെയ്യുന്നു. അക്കാര്യം ലോകരാജ്യങ്ങളോട് വിളിച്ചു പറയുകയും ചെയ്തു. എന്നാൽ അതിനുള്ള മറുപടി എന്ന നിലയിൽ ആണ് ഇന്ത്യയിലെ സാധാരണക്കാരായ അതിർത്തി പ്രദേശത്ത് ജീവിക്കുന്നവർക്ക് നേരെ പാകിസ്ഥാൻ ആക്രമണം നടത്തിയത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആവർത്തിച്ച് പറയേണ്ടി വരുന്നത്, പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം യുദ്ധ നിയമങ്ങൾ ഒന്നും തന്നെ അവർക്ക് ബാധകമല്ല. ആ നിലയിലുള്ള ആക്രമണം നടത്തുന്നു. ഇന്ത്യയെ സംബന്ധിച്ച് അതിനെ പ്രതിരോധിക്കുന്നതിന് ഇപ്പോൾ ഊന്നൽ നൽകുന്നു. പ്രത്യേകിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നലെ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുമായും ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയുമായും അടക്കം ആശയവിനിമയം നടത്തുകയും ഈ അതിർത്തി മേഖലകളിൽ അധിവസിക്കുന്ന, അതായത് അതിർത്തി ഇപ്പോൾ പൂഞ്ച് ഉൾപ്പെടെയുള്ള മേഖലകളിൽ ആണ് ഇന്നലെ വലിയ തോതിലുള്ള ആക്രമണം നടന്നത്. അവിടെ നിയന്ത്രണ രേഖയ്ക്കും അന്താരാഷ്ട്ര നിയന്ത്രണ രേഖയ്ക്കും സമീപത്തായി നിരവധി ഗ്രാമങ്ങൾ ഉണ്ട്. ആ ഗ്രാമങ്ങളിൽ നിരവധിയായ ആളുകൾ അധിവസിക്കുന്നുണ്ട്. അവരെ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റണം എന്ന നിർദ്ദേശം ഇന്നലെ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രിക്കും ലഫ്റ്റനന്റ് ഗവർണറിനും ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് നിർദ്ദേശമായി നൽകിയിട്ടുണ്ട്. നിരവധി ആളുകൾ ആണ് അപ്രതീക്ഷിതമായ ഈ ഒരു ആക്രമണം, അതായത് സാധാരണ നിലയിൽ ഈ അതിർത്തി പ്രദേശങ്ങളിലൊക്കെ ജീവിക്കുന്നവർ അവരൊരു സംഘർഷ മുനമ്പിൽ ആണ് എങ്കിൽ പോലും ജനങ്ങൾക്കിടയിലേക്ക് പാകിസ്ഥാൻ ആക്രമണം നടത്തുക അല്ലെങ്കിൽ സൈന്യം ആക്രമണം നടത്തുക എന്നത് ഒരിക്കലും പ്രതീക്ഷിക്കുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് അത്രമേൽ ഭീരുത്വം നിറഞ്ഞ പ്രതികരണമായിരുന്നു ഇന്നലെ ഉണ്ടായത്. ആ മേഖലയിൽ നിന്നുള്ള വലിയ ജനക്കൂട്ടം തന്നെ അവിടെ നിന്ന് ഒഴിഞ്ഞു പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ പഹൽഗാമിൽ ഭീകരാക്രമണം നടക്കുമ്പോൾ പോലും ഈ പൂഞ്ച് മേഖലകളിലെ ഗ്രാമവാസികളെ ഒക്കെ സംബന്ധിച്ചിടത്തോളം അവർ സുരക്ഷിതരായി അല്ലെങ്കിൽ അവരുടെ സാധാരണ നിലയിലുള്ള ജീവിതം ആയിരുന്നു മുന്നോട്ട് പോയത്. അതിന് ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരുന്നു. അവിടെ ആളുകൾ ഒഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇന്ത്യയുടെ അതിർത്തി മേഖലകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ട്. അത് ഒരു ഒരുക്കത്തിന്റെ സൂചന തന്നെയാണ്. അതായത് പാകിസ്ഥാന്റെ പ്രതിരോധം അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ആക്രമണത്തെ പ്രതിരോധിക്കുന്നതിനോടൊപ്പം തന്നെ തിരിച്ചടിക്കേണ്ടതിന്റെ ആവശ്യകത കൂടിയാണ് ഇന്ത്യൻ സൈന്യം തിരിച്ചറിയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരമായി പങ്കുവെക്കാനുള്ളത്. ഒപ്പം BSF ഡയറക്ടർ ജനറൽ ദിൽജിത് സിംഗ് ചൗധരിയുമായും ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ട് ആശയവിനിമയം നടത്തുകയും സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ സൈന്യത്തിന് പൂർണ്ണമായ ഒരു അധികാരം നമുക്കറിയാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പാകിസ്ഥാനെ പോലെയല്ല ഇന്ത്യ എന്നത്. ഇന്ത്യക്ക് വളരെ കൃത്യമായ ഭരണകൂടമുണ്ട്. സർവ്വ സൈന്യാധിപൻ എന്നത് ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാത്രമേ ഇന്ത്യൻ സൈന്യം മുന്നോട്ട് പോവുകയുള്ളൂ. എന്നാൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അവിടെ കൃത്യമായ ഒരു ഭരണകൂടമില്ല. എല്ലാ കാലവും ഭരണകൂടങ്ങൾക്ക് മുകളിൽ ആണ് പാക് സൈന്യം. പലപ്പോഴും ഭരണകൂടത്തെ നിയന്ത്രിക്കുന്നത് തന്നെ ഈ പാക് സൈന്യം ആണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ സൈനികരുടെ ഭാഗത്ത് നിന്ന് എന്ത് നടപടി ഉണ്ടായാലും അതിനെ ചെറുക്കണം, അതോടൊപ്പം തന്നെ തിരിച്ചടിക്കണം എന്ന നിർദ്ദേശം ആണ് ഇപ്പോൾ സൈനികർക്ക് ഇന്ത്യ നൽകിയിട്ടുള്ളത്. അത് എപ്പോഴായിരിക്കും എന്ന് നമുക്ക് അനുമാനിക്കാനാവില്ല. കാരണം ഈ പറയുന്നത് പോലെ ഇന്ത്യൻ ജനതയ്ക്ക് പൂർണ്ണമായ സുരക്ഷിതത്വം ഉറപ്പാക്കുക, അതിനുശേഷം മാത്രം തിരിച്ചടിക്കുക എന്നതിലേക്കായിരിക്കും സൈന്യം കടക്കുക. അതുതന്നെയാണ് നമ്മൾ ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷവും കണ്ടത്. നമ്മൾ ആദ്യം നയതന്ത്ര തലത്തിലുള്ള ഒരു യുദ്ധം ആയിരുന്നു ആരംഭിച്ചത്. ജലകരാർ മരവിപ്പിച്ച് നിർത്തുന്നത് അടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് പോയി. വ്യോമപാത അടച്ചിടുന്ന കടുത്ത നിലപാടുകൾ സ്വീകരിച്ചു. പാക് പൗരന്മാരെ തിരിച്ചയച്ച സാഹചര്യമുണ്ടായി. ഇതിനുശേഷം രാജ്യത്തെ ജനങ്ങൾ, അതായത് പാകിസ്ഥാനിൽ നിന്ന് അടക്കം ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ എങ്ങനെ സുരക്ഷിതരാകണം എന്നത് സംബന്ധിച്ച മോക്ക് ഡ്രിൽ അടക്കം നടക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായി നടത്തിയ ആക്രമണം ആയിരുന്നു ഇന്ത്യയുടേത്. അതുമാത്രവുമല്ല, ആര്യ എടുത്തു പറയേണ്ടത് ഈ പഹൽഗാം ഭീകരാക്രമണം നടന്നതിന് ശേഷം ഏത് നിമിഷവും പാകിസ്ഥാന്റെ കേന്ദ്രങ്ങളെ ആക്രമിക്കും എന്ന് പാകിസ്ഥാന് ഉറപ്പുണ്ടായിരുന്നു. അത് ഭീകരവാദ കേന്ദ്രങ്ങളെ തന്നെയായിരിക്കും എന്നും പാകിസ്ഥാന് ഉറപ്പുള്ള കാര്യമായിരുന്നു. കാരണം ഇന്ത്യയുടെ ചരിത്രത്തിൽ 65ലും 71ലും നേരിട്ടുണ്ടായിട്ടുള്ള യുദ്ധം അത് യുദ്ധ പ്രഖ്യാപനമായി നടന്നിട്ടുള്ള യുദ്ധങ്ങൾ തന്നെയാണ്. അതിനപ്പുറത്ത് ഒരിക്കൽ പോലും ഇന്ത്യ പാകിസ്ഥാനിലെ ജനതയെയോ പാക് സൈന്യത്തെയോ ആക്രമിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എപ്പോഴും ഇപ്പോൾ ഇതിനു മുമ്പ് നടന്നിട്ടുള്ള ബലാക്കോട്ട് ആകട്ടെ അല്ലെങ്കിൽ ഉറി, പഹൽഗാം പോലെയുള്ള സംഭവങ്ങളൊക്കെ പരിശോധിച്ചാൽ നമുക്കറിയാം അത് തീവ്രവാദ കേന്ദ്രങ്ങൾക്ക് നേരെ, ക്യാമ്പുകൾക്ക് നേരെ ആയിരുന്നു ആക്രമണം നടത്തിയിട്ടുള്ളത്. പാക് അധീന കാശ്മീരിലെ സൈനിക തീവ്രവാദ കേന്ദ്രങ്ങളെ അടക്കം ഉന്മൂലനം ചെയ്യാൻ പലപ്പോഴായി ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. പാകിസ്ഥാനിലെ തീവ്രവാദികൾ നിർമ്മിച്ച ബങ്കറുകൾ അടക്കം തകർക്കാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. അത്തരത്തിലൊരു ആക്രമണം അവിടെയായിരുന്നു ഹാഫിസ് സയ്യിദിനെ
പോലെയുള്ള കൊടും ഭീകരവാദികളെ അടക്കം അവരുടെ സുരക്ഷ അടക്കം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു നീക്കം പാകിസ്ഥാൻ നടത്തിയത്. അതിനിടയിലായിരുന്നു 9 കേന്ദ്രങ്ങളെ വളരെ കൃത്യമായി ഇന്ത്യ ലക്ഷ്യം വെച്ചത് 9 കേന്ദ്രങ്ങളെയായിരുന്നു. ആ 9 കേന്ദ്രങ്ങളിൽ 21 തവണ ആക്രമണം നടത്താൻ സാധിച്ചു എന്നത് ഇന്ത്യ ദൃശ്യങ്ങളുടെ രേഖകളുടെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമാക്കിയതാണ്. ഇന്നലെ 2 വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആയിരുന്നു ആ ആക്രമണം എങ്ങനെ നടത്തി എന്ന് ലോകത്തോട് വിശദീകരിക്കുകയും ചെയ്തത്. അതുമാത്രവുമല്ല, ആ ആക്രമണത്തിൽ ഉപയോഗിച്ച ആയുധങ്ങൾ സ്കാൽപ് മിസൈലുകൾ മാത്രമാണ് ഇന്ത്യ ഉപയോഗിച്ചത് എന്നും അത് അതിവ്യാപന ശേഷിയുള്ള ആയുധങ്ങൾ അല്ല, മറിച്ച് എവിടെയാണോ സ്പോട്ട് ചെയ്യുന്നത് ആ സ്പോട്ടിൽ ഉള്ളവരെ മാത്രം നശിപ്പിക്കുക അല്ലെങ്കിൽ വധിക്കുക എന്ന മാത്രം ലക്ഷ്യത്തോടു കൂടി, അതായത് സാധാരണക്കാരായ ആളുകൾക്ക് ഒരു തരത്തിലുമുള്ള കാഷ്വാലിറ്റികൾ ഉണ്ടാകാതിരിക്കുക, ഒപ്പം പാകിസ്ഥാനിലെ നിർമ്മിതികളോ അവരുടെ ഇൻഫ്രാസ്ട്രക്ചറുകളോ ഒന്നും ഇന്ത്യയുടെ ആക്രമണത്തിൽ തകരരുത് എന്ന നിലവിൽ ഉള്ള ഒരു ആക്രമണം ആയിരുന്നു നടത്തിയത്. അതിനെ ചെറുക്കാൻ പോലും അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാന് സാധിച്ചില്ല എന്ന് മാത്രവുമല്ല, പാക് ഭീകരവാദിയായിട്ടുള്ള മസൂദ് അസറിന് തന്നെ അക്കാര്യം സ്ഥിരീകരിക്കേണ്ടി വന്നു. തന്റെ കുടുംബാംഗങ്ങളിൽ 10 പേർ കൊല്ലപ്പെട്ടു എന്ന് വാർത്താക്കുറിപ്പ് തയ്യാറാക്കി പുറത്തിറക്കേണ്ടി വന്നു. താനും അവരോടൊപ്പം യാത്രയാകുന്നതായിരുന്നു നല്ലത് എന്ന തരത്തിലുള്ള പരാമർശം പോലും നടത്തേണ്ടി വരുന്നു. അതാണ് ഇന്ത്യ എപ്പോഴും തീവ്രവാദികൾക്ക് നൽകുന്ന സന്ദേശം. ഓരോ തീവ്രവാദിയും ആ ഓർമ്മപ്പെടുത്തൽ ഇന്ത്യ നൽകിക്കൊണ്ടിരിക്കുമ്പോഴാണ് തിരിച്ച് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനം ഉണ്ടാകുന്നത്. ഇന്ന് പുലർച്ചെയും, അതായത് ഇന്നലെ രാത്രി 1 മണിക്ക് സാങ്കേതികമായി പറഞ്ഞാൽ അതിനു മുമ്പ് ഒരു ദിവസം കൂടി മുമ്പ് ഇന്ത്യ നൽകിയ ആ ആക്രമണത്തിന് തിരിച്ചടി എന്ന നിലയിൽ പാകിസ്ഥാൻ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിർത്തിയിൽ ഉള്ള പ്രകോപനമാണ്. അത് സാധാരണ എപ്പോഴും നമുക്കറിയാം, നമ്മൾ നിരന്തരമായി ഈ പാക് പ്രകോപനം, ഭീകരരുടെ നുഴഞ്ഞുകയറ്റം, പാകിസ്ഥാന്റെ സൈന്യം ഇന്ത്യൻ അതിർത്തിയിൽ നടത്തുന്ന വെടിവെപ്പ്, അതെല്ലാം സൈനികർക്ക് നേരെയാണ്. നിരവധിയായ സൈനികർ ഓരോ വർഷവും ഇത്തരം ആക്രമണങ്ങളിൽ വീരമൃത്യു വരിക്കാറുണ്ട്. പക്ഷേ അപ്പോൾ പോലും ഇന്ത്യ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തിരിച്ചടിക്ക് മുതിരാറില്ല. അത് അതിർത്തിയിലെ സംഘർഷം എന്ന നിലയിൽ തന്നെയാണ് നോക്കിക്കാണാറുള്ളത്. പക്ഷേ ഇപ്പോൾ സാഹചര്യം അതല്ല. ഇവിടെ സൈനികരെ അല്ല പാക് സൈന്യം ലക്ഷ്യം വെക്കുന്നത്, സാധാരണക്കാരായിട്ടുള്ള ആളുകളെയാണ്. ഇന്ത്യൻ അതിർത്തികളിലെ ഇന്നലെ പൂഞ്ചിലെ അതിർത്തി മേഖലകളിൽ നടത്തിയിട്ടുള്ള ഷെൽ ആക്രമണത്തിൽ 15 പേർക്കാണ് മരണപ്പെട്ടത്. അതോടൊപ്പം 40-ലേറെ പേർക്ക് പരിക്കേറ്റു. അതിൽ ചിലരുടെ നില ഗുരുതരമാവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ സാധാരണക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണം പാകിസ്ഥാൻ വ്യാപിപ്പിക്കുന്ന പശ്ചാത്തലത്തിലാണ് രാജ്യം കൂടുതൽ ജാഗ്രത പുലർത്തുന്നത്. ഇന്ന് ഇക്കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട്. രാവിലെ 11 മണിക്കാണ് സർവകക്ഷി യോഗം. ഈ സർവകക്ഷി യോഗത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും പങ്കെടുക്കുന്നുണ്ട്. പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് രാഹുൽ ഗാന്ധി, അതോടൊപ്പം തന്നെ മല്ലികാർജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ള മുതിർന്ന പ്രതിപക്ഷ നേതാക്കൾ അടക്കം ഭാഗമാവുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന ദൗത്യത്തിലൂടെ എന്താണ് നടത്തിയത് എന്നും അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളും ആയിരിക്കും ഈ സർവകക്ഷി യോഗത്തിൽ ഇന്ത്യ വിശദീകരിക്കുക, അല്ലെങ്കിൽ ഭരണകക്ഷി വിശദീകരിക്കുക. അതോടൊപ്പം തന്നെ തുടർ നടപടികൾ, അതിന്റെ രഹസ്യ സ്വഭാവം നഷ്ടപ്പെടാത്ത തരത്തിൽ ഇന്ത്യ ലക്ഷ്യം വെക്കുന്നത് എന്താണ് എന്നത് സംബന്ധിച്ച വിവരങ്ങളും ഇന്നത്തെ സർവകക്ഷി യോഗത്തിൽ ഇന്ത്യ പങ്കുവെക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും ഇപ്പോഴും പ്രകോപനം തുടരുന്നു എന്ന് മാത്രവുമല്ല, ഇന്നലെ പാക് പാർലമെന്റിൽ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് വലിയ തോതിൽ പ്രകോപനം സൃഷ്ടിക്കുന്ന പരാമർശങ്ങൾ ആണ് നടത്തിയത്. അതായത് പാകിസ്ഥാനിലെ സാധാരണക്കാരായ ആളുകളെ ആണ് ഇന്ത്യ ആക്രമിച്ചത്. അങ്ങനെ 26 സാധാരണക്കാർ ആണ് മരണപ്പെട്ടത്. ഇന്ത്യ സാങ്കല്പിക തീവ്രവാദ കേന്ദ്രങ്ങൾ ആണ് ആക്രമിച്ചത് എന്നുള്ള പരാമർശം വരെയാണ് പാക് പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. ഒരുപക്ഷെ ലോകരാഷ്ട്രങ്ങൾ പോലും അതിനെ വിചിത്രമായ പ്രതികരണം എന്ന് നിരീക്ഷിക്കുന്നുണ്ടാകും. കാരണം പാകിസ്ഥാനിലെ ഭീകരവാദിയായിട്ടുള്ള ലോകരാഷ്ട്രങ്ങൾ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആൾ തന്നെയാണ് മസൂദ് അസർ എന്നത്. ഈ മസൂദ് അസർ തന്നെയാണ് തൻ്റെ കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടു എന്ന വിവരം ഔദ്യോഗികമായി അറിയിച്ചത്. മാത്രവുമല്ല, ഈ ഭീകരവാദികളുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ ഭീകരവാദ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായിട്ടുള്ളവരുടെ മരണാനന്തര ചടങ്ങുകളിൽ പാകിസ്ഥാന്റെ സൈന്യം അടക്കം പങ്കെടുത്തത്, ISI മേധാവികൾ ഉൾപ്പെടെ പങ്കെടുത്തതിന്റെ ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നിട്ടുണ്ട്. പാക് പതാക പുതപ്പിച്ചുകൊണ്ടായിരുന്നു ആ മൃതദേഹങ്ങൾ ഖബറടക്കിയത് എന്നത് ഉൾപ്പെടെ ദൃശ്യങ്ങൾ കണ്ടതാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലും സാധാരണക്കാരായ ആളുകളെയാണ് ഇന്ത്യൻ സൈന്യം ലക്ഷ്യം വെച്ചത് എന്ന പ്രകോപനപരമായ പരാമർശം ആണ് പാക് പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതുമാത്രവുമല്ല, ഇതിനുശേഷം പാകിസ്ഥാനിലെ ജനങ്ങളെ പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്ത സാഹചര്യമുണ്ടായി.
ഉണ്ടാകുന്നു. ആ അഭിസംബോധനയിൽ അദ്ദേഹം പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം കൂടി നൽകുന്നുണ്ട്. അതായത് ഇന്ത്യയിലേക്കുള്ള ആക്രമണം തുടരും, ഇന്ത്യയെ ഇനിയും ആക്രമിക്കും എന്ന് തന്നെയാണ് പാക് പ്രധാനമന്ത്രി പറഞ്ഞു വെച്ചത്. ജനങ്ങൾ ജാഗരൂകരായിരിക്കണം എന്ന നിർദ്ദേശം കൂടി പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് പാക് പ്രധാനമന്ത്രി നൽകി. മാത്രവുമല്ല, ഇന്ത്യ നടത്തിയിട്ടുള്ള മോക്ക് ഡ്രില്ല് അതിൻ്റെ മറ്റൊരു വശം എന്ന് തന്നെ പറയാം. അതായത് നമ്മൾ ഒരു തയ്യാറെടുപ്പിൽ ആയിരുന്നു. അതായത് രാജ്യത്ത് എവിടെ ആക്രമണം ഉണ്ടായാൽ പോലും അതിനെ ചെറുക്കാൻ ഓരോ പൗരനും തയ്യാറാകണം എന്ന നിർദ്ദേശം നൽകിയപ്പോൾ സമാനമായ നിർദ്ദേശം ഇപ്പോഴിതാ പാക് പ്രധാനമന്ത്രി അവിടുത്തെ ജനങ്ങൾക്ക് നൽകുന്നു. അതായത് രാത്രികാലങ്ങളിൽ നിർദ്ദേശമുണ്ടാകുമ്പോൾ ലൈറ്റുകൾ ഓഫാക്കണം, ആളുകൾ വീടിനകത്ത് തന്നെ തുടരണം, സർക്കാരിൻ്റെ നിർദ്ദേശം ഉണ്ടാകുമ്പോൾ മാത്രമേ പുറത്തിറങ്ങാൻ പാടുള്ളൂ എന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങളടക്കം പാക് പ്രധാനമന്ത്രി പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് നൽകുന്നുമുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് തീർച്ചയായും പാകിസ്ഥാൻ ഇപ്പോഴും പാഠം പഠിക്കുന്നില്ല എന്ന് തന്നെയാണ്. ഇന്ത്യക്ക് മേൽ പ്രകോപനം സൃഷ്ടിക്കേണ്ടത് പാകിസ്ഥാന്റെ ആവശ്യമാണ്. അത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം തുടർച്ചയായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. സൈനിക ശേഷിയിലും ആയുധ കരുത്തിലുമൊക്കെ ഇന്ത്യയേക്കാൾ ബഹുദൂരം പിന്നിൽ ഉള്ള രാജ്യം ആണ് പാകിസ്ഥാൻ. കണക്കുകൾ പ്രകാരം പാകിസ്ഥാന്റെ സൈനിക ശേഷി 12ാം സ്ഥാനത്ത് നിൽക്കുന്നുവെങ്കിൽ ഇന്ത്യ 4ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ആണ്. അങ്ങനെയുള്ള ഒരു രാജ്യത്തോട് ഞങ്ങൾ ഏറ്റുമുട്ടിക്കൊണ്ടേയിരിക്കും എന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ പ്രഖ്യാപിക്കുന്നത്. പ്രത്യേകിച്ച് പാക് മന്ത്രിയായിട്ടുള്ള ഖ്വാജ ആസിഫ് ആവർത്തിച്ച് നിലപാട്, ഇന്നലെയും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ആവർത്തനം എന്നത് ഇന്ത്യക്ക് നേരെ വേണ്ടി വന്നാൽ ആണവ ആയുധം പ്രയോഗിക്കും എന്നത് അടക്കമുള്ള അങ്ങേയറ്റം പ്രകോപനപരമായ പരാമർശങ്ങൾ ഇപ്പോഴും പാക് മന്ത്രിമാരുടെ ഭാഗത്ത് നിന്ന് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെയും അത്തരത്തിലുള്ള പ്രകോപനപരമായ പരാമർശങ്ങൾ ഒന്നുമുണ്ടായിട്ടില്ല. പാകിസ്ഥാനിലെ സാധാരണക്കാരായ ആളുകളെ ആക്രമിക്കില്ല എന്ന് തന്നെയാണ് ഇന്ത്യ ആവർത്തിച്ച് നിലപാട് വ്യക്തമാക്കുന്നത്. പാകിസ്ഥാന്റെ അതിർത്തികളെ ബഹുമാനിക്കുന്നു എന്ന് തന്നെയാണ് ഇന്ത്യ ആവർത്തിച്ച് നിലപാട് വ്യക്തമാക്കുന്നത്. ഇത്തരത്തിൽ പ്രകോപനപരമായിട്ടുള്ള പല പ്രഖ്യാപനങ്ങളും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് വരുമ്പോഴും ഇന്ത്യ മറുത്തൊന്നും പ്രകോപനപരം അല്ലെങ്കിൽ വെല്ലുവിളിക്കുന്ന തരത്തിലൊന്നും പറയുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ അതേസമയം തന്നെ നമുക്കറിയാം, നേരത്തെ KP അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു പ്രതികാര നടപടി അല്ലെങ്കിൽ ഒരു ശക്തി പ്രകടനം എന്നതിനപ്പുറം പാകിസ്ഥാനിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഭീകരവാദത്തിന്റെ വേരുകൾ അറക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇന്നലെ ഓപ്പറേഷൻ സിന്ദൂർ നടന്നത്. ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം ഏകദേശം 20ഓളം ഇത്തരത്തിലുള്ള ഭീകരവാദ പരിശീലന കേന്ദ്രങ്ങൾ, താവളങ്ങൾ പാകിസ്ഥാനിലുണ്ട് എന്നുള്ളതാണ്. അതിൽ 9 കേന്ദ്രങ്ങൾ മാത്രമാണ് ഇന്നലെ ആക്രമിച്ചത്. അതിന് എന്തുകൊണ്ട് ആ 9 കേന്ദ്രങ്ങൾ തെരഞ്ഞെടുത്തു എന്നുള്ളതിന് ഇന്ത്യക്ക് വ്യക്തമായ കണക്കുകൂട്ടലുണ്ട്, ഉത്തരമുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ ജനത ആകാംക്ഷയോട് ഉറ്റുനോക്കുന്ന ഒരു കാര്യം, അതായത് നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ അനാവശ്യമായി ഒരു പ്രകോപനത്തിനോ യുദ്ധത്തിനോ ഒന്നും ഇന്ത്യ പുറപ്പെടില്ല. പക്ഷേ ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ബാക്കിയുള്ള ഭീകര താവളങ്ങൾ കൂടി ഇന്ത്യ ലക്ഷ്യം വെക്കുമോ? അതുകൂടി തകർക്കാനുള്ള നീക്കവുമായി, ഓപ്പറേഷനുമായി, സർജിക്കൽ സ്ട്രൈക്കുമായി ഇന്ത്യ മുന്നോട്ട് പോകാനുള്ള സാധ്യത എത്രത്തോളമാണ്? ഡൽഹിയിൽ നടക്കുന്ന നീക്കങ്ങൾ, തിരക്കിട്ട ചർച്ചകൾ, അതിൽ ഈ വിഷയങ്ങളൊക്കെ ചർച്ചയാകുന്നുണ്ടോ? മാത്രമല്ല, ഇന്ത്യ നേരത്തെ ഇന്നലെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, പ്രകോപനം നടത്തിയാൽ, പ്രകോപനപരമായ ഒരു നടപടി ഉണ്ടാവുകയാണെങ്കിൽ ശക്തമായി ഇന്ത്യ തിരിച്ചടിക്കും എന്നുള്ളത്. അങ്ങനെ തിരിച്ചടിക്കുകയാണെങ്കിൽ ഈ ഭീകരവാദ കേന്ദ്രങ്ങൾക്ക് അപ്പുറം സൈനിക താവളങ്ങൾ കൂടി ഇന്ത്യ ആക്രമിക്കില്ലേ? ആര്യ, ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം, പഹൽഗാമിലെ ഭീകരാക്രമണത്തോടുകൂടി പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഭീകരാക്രമണങ്ങളുടെ സ്വഭാവം മാറിയിരിക്കുന്നു എന്നുള്ളത് ഇന്ത്യ മനസ്സിലാക്കുന്നു. അതായത് സാധാരണ നിലയിൽ ഈ ഭീകരാക്രമണങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നത് സൈന്യത്തിന് നേരെ ആണ്. ഇന്നലെ ഇന്ത്യൻ സൈന്യം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കഴിഞ്ഞ 3 പതിറ്റാണ്ടിനിടെ പാകിസ്ഥാൻ നടത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട തീവ്രവാദ ആക്രമണങ്ങളുടെ ദൃശ്യങ്ങളടക്കം പങ്കുവെക്കുകയും അതിന് ഞങ്ങൾ നൽകുന്ന മറുപടിയാണ് ഈ 9 തീവ്രവാദ കേന്ദ്രങ്ങളിൽ നടത്തിയിട്ടുള്ള സർജിക്കൽ സ്ട്രൈക്ക് എന്ന് വ്യക്തമാക്കുകയും ചെയ്തു കഴിഞ്ഞു. ഒപ്പം നമുക്ക് കൃത്യമായി റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത്, ഒരു പക്ഷേ ഈ സമയത്ത് ഈ 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം എന്നത് ആ 2 രാജ്യങ്ങൾക്കും ഒരു പരിധിവരെയെങ്കിലും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന, സാമ്പത്തികമായി സാമൂഹികമായി ഒക്കെ പ്രതികൂലമായി ബാധിക്കുന്നു എന്ന് തന്നെയാണ്. ഇന്ത്യ ഇപ്പോൾ ഒരു വലിയ സാമ്പത്തിക ശക്തിയാണ്, അതോടൊപ്പം തന്നെ സൈനിക ശക്തിയുമാണ്. നിരവധി വിദേശ നിക്ഷേപം അടക്കം ഇന്ത്യയിലേക്ക് കടന്നുവരുന്ന സാഹചര്യമാണുള്ളത്. ഇപ്പോൾ ഈ യുദ്ധമുനയിൽ നിൽക്കുമ്പോൾ പോലും
ബ്രിട്ടനുമായി വളരെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ കരാറുകളിൽ പോലും ഏർപ്പെടാൻ ഇന്ത്യക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയുടെ സാമ്പത്തികവും സാമൂഹികവുമായ വളർച്ചയെ തീർച്ചയായും ഈ യുദ്ധം എന്നത് ഒരു പരിധി വരെയെങ്കിലും പ്രതികൂലമായി ബാധിക്കും എന്ന ഉത്തമ ബോധ്യം ഇന്ത്യൻ ഭരണകൂടത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനെ പോലെ ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത ഒരു രാജ്യത്തെ പോലെ വളരെ പെട്ടെന്ന് ഒരു സൈനിക നടപടിക്ക് മുതിരാതിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം നമുക്ക് ഇവിടെ പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത്, പാകിസ്ഥാനിലെ സൈനിക കേന്ദ്രങ്ങളെ കൃത്യമായി സ്പോട്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യ എന്നതാണ്. അതുമാത്രവുമല്ല, ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗം റോ അടക്കം NIA അടക്കം കൃത്യമായ മാപ്പ് തയ്യാറാക്കി എവിടെയൊക്കെയാണ് ഈ ഭീകര കേന്ദ്രങ്ങൾ എന്നത് സംബന്ധിച്ച് നേരത്തെ ആര്യ സൂചിപ്പിച്ചതുപോലെ 20-ലധികം കേന്ദ്രങ്ങൾ സ്പോട്ട് ചെയ്യുമ്പോൾ അതിൽ ചില കേന്ദ്രങ്ങൾ എന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഹാഫിസ് സെയ്ദ് അടക്കമുള്ളവരുടെ കേന്ദ്രങ്ങൾ എന്നത് ജനവാസ മേഖലകളിൽ ആണ്. അതായത് ഇന്നലെ ജെയ്ഷെ മുഹമ്മദിന്റെ തറവാട് എന്ന് തന്നെ പറയാവുന്ന മർക്കസിൽ ആക്രമണം നടത്തുമ്പോൾ മർക്കസ് സുബാനല്ല എന്നത് ലാഹോറിൽ നിന്ന് 400 കിലോമീറ്റർ അകലെയുള്ള അധികം ജനസഞ്ചയം ഉള്ള ഒരു മേഖലയല്ല. അത് കൃത്യമായ ഒരു തീവ്രവാദ പരിശീലന ക്യാമ്പാണ്. 80 ഏക്കറിൽ അധികം വിസ്തൃതിയുള്ള ഭൂപ്രദേശമാണ്. അവിടെ എല്ലാ ലക്ഷറി സൗകര്യങ്ങളോടും കൂടിയ കെട്ടിട സമുച്ചയം ആണ് ഉള്ളത്. അവിടെ സാധാരണക്കാരായ ആളുകൾ അല്ല, മറിച്ച് കൃത്യമായി ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുന്നതിന്, ഇന്ത്യയിൽ ആക്രമണം നടത്തുന്നതിന് പരിശീലനം നേടുന്ന ആളുകൾ മാത്രം തമ്പടിക്കുന്ന മേഖലയാണ്. പക്ഷെ മറ്റു പല കേന്ദ്രങ്ങളും അത്തരത്തിലല്ല. ഇപ്പോൾ തന്നെ പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് ഹാഫിസ് സയ്യിദ് ജയിലിലാണ് എന്നുള്ളതാണ്. അക്ഷരാർത്ഥത്തിൽ അത് ജയിലല്ല, ഈ ഹാഫിസ് സയ്യിദിന്റെ വസതിയാണ്. അവിടെ എല്ലാ സുഖലോലുപതിയോടും കൂടി ആണ് ഹാഫിസ് സയ്യിദിനെ പോലെയുള്ള ഭീകരവാദികൾ അധിവസിക്കുന്നത് എന്ന് മാത്രവുമല്ല, അവർക്ക് സുരക്ഷയൊരുക്കുന്നത് പാകിസ്ഥാൻ സൈന്യമാണ്, അവരുടെ രഹസ്യാന്വേഷണ ഏജൻസിയാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രദേശത്ത് വളരെ പെട്ടെന്ന് ആക്രമണം നടത്തുക എന്നത് ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തിന് സാധിക്കുന്ന ഒന്നല്ല. അതിന് കാരണം ഇന്ത്യയുടെ ദൗർബല്യമല്ല, ഇന്ത്യയുടെ പ്രഹരശേഷി കുറവ് എന്നതല്ല, മറിച്ച് പാകിസ്ഥാനിലെ നൂറുകണക്കിനോ ആയിരക്കണക്കിനോ ആയ ആളുകൾ നിമിഷം കൊണ്ട് ചാമ്പലായി മാറുന്ന സാഹചര്യം ഉണ്ടാകും. അതാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. ഇന്ത്യ ഈ ആക്രമണത്തിന്, അതായത് 9 ഇടങ്ങളിൽ 21 തവണ ആക്രമണം നടത്തിയപ്പോൾ ഉപയോഗിച്ച ആയുധത്തിന്റെ പ്രഹരശേഷി അടക്കം ലോകത്തോട് വിളിച്ചു പറഞ്ഞിരുന്നു. അത് അതിവ്യാപന ശേഷിയുള്ളതല്ല. സൈന്യം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്, ഒരു ക്ലിനിക്കിൽ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ എങ്ങനെയാണോ ഒരു സർജറി നടത്തുക, നമുക്കറിയാമല്ലോ ആര്യ, ഒരു സർജറി നടത്തുമ്പോൾ എവിടെയാണോ കേടുപാടുകൾ ഉള്ളത് അവിടെ മാത്രമാണ് സർജറിയിലൂടെ പരിഹരിക്കുക. ആ രീതിയിലുള്ള ഒരു ഓപ്പറേഷൻ ആയിരുന്നു ഇന്ത്യ നടത്തിയത് എന്നുള്ളതാണ്. കൃത്യമായി തീവ്രവാദ കേന്ദ്രം എവിടെയാണോ അവിടെ മാത്രം. പക്ഷേ പാകിസ്ഥാനിലെ പല തീവ്രവാദ കേന്ദ്രങ്ങളും അങ്ങനെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലല്ല എന്നതുകൊണ്ട് തന്നെയാണ് വലിയ ആക്രമണത്തിലേക്ക് പോകാത്തത്. പക്ഷേ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് തുടർച്ചയായ പ്രകോപനങ്ങൾ ഉണ്ടാകുമ്പോൾ തിരിച്ചടി ഉറപ്പാണ്. അവിടെ നമുക്ക് ആവർത്തിച്ച് പറയാനുള്ളത്, ഒരു ഉദാഹരണമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത്, ഇപ്പോൾ അമേരിക്കയിൽ ഭീകരാക്രമണം നടത്തിയ ഒസാമ ബിൻ ലാദനെ എത്രയോ വർഷത്തിന്റെ കാത്തിരിപ്പിന് ശേഷം ആണ് അബോട്ടാബാദ് എന്ന് പറയുന്ന ഒളി സങ്കേതത്തിൽ അമേരിക്കൻ സൈന്യം ഇരച്ചെത്തി വധിച്ചത് എന്നുള്ളതാണ്. അങ്ങനെ മാത്രമേ ഈ തീവ്രവാദ ശക്തികളെ ഉന്മൂലനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് അല്ല എങ്കിൽ വലിയ തോതിലുള്ള കാഷ്വാലിറ്റിയിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാകും. അത് ഇന്ത്യൻ സൈന്യം ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിലടക്കം ആവർത്തിച്ചു വ്യക്തമാക്കുന്നതാണ്. പാകിസ്ഥാനിലെ വലിയൊരു വിഭാഗം സാധാരണക്കാരായ ആളുകളെ മറയാക്കിക്കൊണ്ട് അവരെ പ്രതിരോധ കവചമാക്കി മാറ്റിക്കൊണ്ടാണ് തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ആക്രമണത്തിന് മുതിർന്നാൽ ആയിരക്കണക്കിന് നിരപരാധികളായ പാകിസ്ഥാനികൾക്കും ജീവൻ നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന്. അതുകൊണ്ട് അത്തരത്തിലല്ല ഭീകരവാദികളെ ഉന്മൂലനം ചെയ്യാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നത്, മറിച്ച് തീവ്രവാദികളായിട്ടുള്ളവരെ, ഭീകരവാദികളായിട്ടുള്ളവരെ മാത്രം നാമാവശേഷമാക്കുക എന്ന ഒരു ലക്ഷ്യം ആണ് ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്നത്. അതിന് ശേഷിയുള്ള സൈന്യവും അതിനുശേഷിയുള്ള രഹസ്യാന്വേഷണ വിഭാഗവും തന്നെയാണ് നമ്മുടെ രാജ്യത്തിനുള്ളത്. അത്തരം നീക്കങ്ങൾ ഇന്ത്യ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ഈ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ നടത്താൻ പോകുന്ന ആക്രമണം എന്നതൊക്കെ ഏറ്റവും ഒടുവിൽ ഇന്ത്യ നടത്താൻ പോകുന്ന, അല്ലെങ്കിൽ സഹി കെടുമ്പോൾ മാത്രം ചെയ്യാൻ പോകുന്ന ഒരു നീക്കമായി മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രാഥമികമായ പരിഗണന എന്നത് അതിർത്തി മേഖലകളെ സുരക്ഷിതമാക്കുക എന്നുള്ളതാണ്. ഇന്ത്യയുടെ നിയന്ത്രണ രേഖ, അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര അതിർത്തി രേഖകളെ, അതിർത്തി ലൈനുകളെ വളരെ കൃത്യമായി സുരക്ഷിതമാക്കുക, അവിടുത്തെ ജനങ്ങൾക്ക് സുരക്ഷയൊരുക്കുക എന്നുള്ളതാണ്. ചില ജാഗ്രതാ നിർദ്ദേശങ്ങളും അവിടെയുള്ള ജനങ്ങൾ ഈ ഘട്ടത്തിൽ ഏത് തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ സ്വീകരിക്കണം എന്നതിനെ കുറിച്ചൊക്കെ അമിത്ഷാ ഇന്നലെ തന്നെ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട അവിടെ ആ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന മുന്നൊരുക്കങ്ങളുടെ വിശദാംശങ്ങൾ എങ്ങനെയാണ്?
തീർച്ചയായും ആര്യ വളരെ പ്രധാനപ്പെട്ട ഒന്ന് എന്നത് പാകിസ്ഥാനെ പോലെയല്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഒരു സൈനിക നീക്കത്തിന് ഒരുങ്ങുമ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾക്ക് കഴിയുന്നത്ര സുരക്ഷിതമായ താവളമൊരുക്കുവാനാണ് ഇന്ത്യ ശ്രദ്ധിക്കുക. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്ന് എന്നില്ല. ഇപ്പോൾ തന്നെ പാകിസ്ഥാൻ നിർദ്ദേശം നൽകിയത് ഇന്നലെ മാത്രമാണ് എന്നുള്ളതാണ്. ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ആക്രമണം ഉണ്ടാകും, 24 മണിക്കൂറിനകം, 36 മണിക്കൂറിനകം എന്നൊക്കെ പാകിസ്ഥാനിലെ മന്ത്രിമാർ ആവർത്തിച്ച് പറയുമ്പോൾ പോലും അവർക്ക് അവിടുത്തെ ജനങ്ങളുടെ സുരക്ഷ എന്നത് ആവശ്യമില്ല. മാത്രവുമല്ല, ആവർത്തിച്ച് പറയേണ്ടത് കൂടുതൽ പാകിസ്ഥാൻ സ്വദേശികൾ കൊല്ലപ്പെടുക, ഇന്ത്യയുടെ ആക്രമണത്തിൽ മരിക്കുക, അതാണ് പാകിസ്ഥാന്റെ ലക്ഷ്യം. അപ്പോൾ മാത്രമാണ് അവിടെ വിഘടിതമായി നിൽക്കുന്ന പാകിസ്ഥാനിലെ ജനതയെ, സർക്കാരിന് വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ സൈന്യത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുള്ള പാക് ജനതയെ ഒരുമിച്ച് നിർത്താൻ സാധിക്കുള്ളൂ. ഇന്ത്യ വളരെ കൃത്യമായി നേരത്തെ തന്നെ അതിർത്തി മേഖലകളിൽ ഉള്ളവരോട് ബങ്കറുകൾ തയ്യാറാക്കുക, അതായത് വളരെ അപൂർവമായി മാത്രമേ നമ്മൾ ഒരു പക്ഷേ ഈ പുതിയ കാലഘട്ടത്തിൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഈ ഗാസ അല്ലെങ്കിൽ ഇസ്രായേൽ പലസ്തീൻ സംഘർഷ സമയത്തൊക്കെ പലപ്പോഴും സൈറണുകൾ മുഴങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നു, ആളുകൾ സുരക്ഷിതമായി വീടുകൾക്കുള്ളിൽ പ്രവേശിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. സാഹചര്യത്തെ എങ്ങനെ നേരിടണം എന്നുള്ളതാണ് ഇന്നലെ രാജ്യമെമ്പാടും നടത്തിയ മോക്ക് ഡ്രില്ലിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തിയത്. നമ്മളെ അതിനുവേണ്ടി സജ്ജരാക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഞാൻ KP അഭിലാഷിലേക്ക് അതിവേഗം മടങ്ങിയെത്താം.